ഓഫ് റോഡ് വേണം എന്നിട്ട് പോകാം. അത്രേ ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ ബാക്കിൽ ആൾക്കാർ തിരുത്തിയിട്ടാണ്. ഇതാണ് നമ്മുടെ ബൈക്കിൽ പ്രശ്നം. നമുക്ക് സ്വസ്ഥമായിട്ട് എടുക്കാൻ പറ്റില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ദിസ് ഈസ് യുവർ ഇൻട്രസ്റ്റ് അവാർഡ്. നമ്മൾ ഇന്ന് ഒരു കിടിലൻ വ്ലോഗായിട്ട് വന്നിരിക്കും. കിടിലൊന്നുമില്ല, നമ്മളിവിടെ മുഖ്യമന്ത്രി ഒഴിവാക്കി പോയ നമ്മളെ കുന്നോളം തൃശ്ശൂർ റോഡിലൂടെയാണ് പോകുന്നത്. ഈ കുന്നോളം തൃശ്ശൂർ റോഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ചില ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ചില ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. പാച്ചവർക്ക് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കംപ്ലീറ്റ്ലി വർക്ക് എവിടെയും ചെയ്തിട്ടില്ല. ഈ ചുവന്ന സെന്റർ കഴിഞ്ഞിട്ടുള്ള അവിടെ വളരെയധികം മോശമായിട്ട് കാണും. ചുവന്ന സെന്റർ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരം വളരെ മോശമായിട്ട് വരാണ്. പക്ഷെ റോഡ് ഇപ്പോൾ വീണ്ടും പാച്ചവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ന്യൂസിലൊക്കെ കണ്ടിരുന്നു. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കിയേക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി ഒഴിവാക്കാൻ മാത്രം റോഡിന്റെ അവസ്ഥ എന്തായാലും നമുക്ക് നോക്കിയേക്കാം. ആകെയുള്ള റോഡ് ഗുരുവാർക്കല്ലേ. നമ്മൾ ഈ റോഡ് പറയുമ്പോൾ തൃശ്ശൂർക്കാണ്. നമ്മൾക്ക് കുന്നോട്ടുമ്പോ ചുവണ്ട് സെന്ററിൽ എത്തിയിട്ടുണ്ട്. മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി. മഴക്കാലത്ത് കുറെ മരങ്ങളിലെ ചില്ലകളൊക്കെ കണ്ട് ലാസ്റ്റ് കുറെ മരങ്ങളിലൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇനി കുറെ മരങ്ങളുണ്ട്, കുറച്ച് അപകട രീതിയുണ്ട്. കുഴിയുടെ ഇറക്കം പറഞ്ഞുണ്ട്. നമ്മളത് എൻ്റെ ഇടയിൽ കോളൊന്നും റെക്കോർഡും കട്ടാക്കി. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ചൂണ്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ഇവിടുത്തെ നമുക്ക് നോക്കുന്നത് കൂടുതലാണ് അതായിട്ട് പോകേണ്ടത്. ഇങ്ങനത്തെ ചതിക്കുകളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ എന്താ പറയാ, പിന്നെ പല സ്ഥലത്തും പാച്ചവർക്ക് ഇല്ല. പിന്നെ ഒരു ഹബ്ബ് പോലെ മിക്ക ഭാഗത്തും റോഡ് ചെറിയ ഹമ്പ് ചാടി പോകണ, പ്രത്യേകിച്ച് ബൈക്കില് പോകുന്നവർക്കാണ് കൂടുതൽ പ്രശ്നം വരിക. കാലഭാഗം പ്രശ്നമൊക്കെ തന്നെയാണ്. ബൈക്കിൽ പോകുന്നവർക്കാണ് കൂടുതൽ അപകടത്തിലൂടെ വരുന്നത്. ആൾക്കാർ അപകടത്തിൽ പെട്ടിട്ടൊക്കെ ഉണ്ട്. സ്ഥിരം സംഭവമാണ് ഈ റോഡ്. ചൂണ്ടിലിട്ടിട്ട് അങ്ങോട്ട് അതുപോലെ തന്നെ കുന്നംകുളം അങ്ങോട്ട് കോഴിക്കോട് ഭാഗത്ത് ചെയ്യുമ്പോൾ പാറമ്പാട് ഭാഗത്തൊക്കെ ഭയങ്കര പ്രശ്നം. അവിടെ ഇടയ്ക്കിടയ്ക്ക് അപകടം ഉണ്ടാകുന്ന സ്ഥലം. ഇത് കൊച്ചേരി ഒരു പാലം ചൂണ്ടിൽ പാലം കോഴിക്കോട് കിട്ടുന്നുണ്ട്. കോഴിക്കോട് കിട്ടാൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ ഇത് പോകാൻ അതാണ് ഏറ്റവും അപകടകരം. ബസ് സ്പീഡിൽ വരും. കുഴികള് കാണാൻ പറ്റുന്ന അറിയില്ല. വളരെ ഭീകരമായ കുഴികളാണ്.
കോറിപ്പൊടി ഇട്ടിട്ട് നടത്തുന്നില്ലല്ലോ. പക്ഷെ എന്നാലും യാത്ര സുഖമുണ്ട്. പിന്നെ ഫുഡിയുടെ സുഖം ഭയങ്കരമാണ്. മുമ്പ് ഇപ്പൊ 2024 ജൂലൈ 30-ലൊക്കെ ഉണ്ടായ പ്രളയം സെറ്റപ്പില് ഇവിടൊക്കെ നിറഞ്ഞ് ഈ പാടൊക്കെ വെള്ളം കയറി റോഡിലൊക്കെ കയറിണ്ടായിരുന്നു. ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര സുഖമാണ്. നമ്മുടെ വിദ്യാലയം ആവശ്യമില്ല. വിദ്യാലയത്തിനൊക്കെ വലിയ റൈഡ് നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. മഴ പെയ്യുമ്പോൾ ഇവിടെ കുറച്ച് വെള്ളമായിരുന്നു. അത് കുഴിയും അറിയില്ല. പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. ഇവിടൊക്കെ കുഴിയും റോട്ടിൽ നിറച്ച് അതിലൊക്കെ കുറച്ച് കോരിപ്പിന് നിറച്ചുണ്ട് ഇപ്പോൾ. പക്ഷെ എന്നാലും ഓടിക്കാൻ വലിയ സുഖമൊന്നുമില്ല. ഓടിക്കുന്ന വേറെ കഷ്ടം തന്നെയാണ്. ആക്ച്വലി ഇത് വലിയ ഒരു പ്രധാനപ്പെട്ട പാത തന്നെയാണ് കേരളത്തിൽ. കാരണം കോഴിക്കോടിന് തൃശ്ശൂർക്ക് പോണ തൃശ്ശൂരിന് തിരിച്ചങ്ങോട്ടും ആ ഭാഗത്തേക്ക് പോണ മെയിൻ റോഡാണിത്. ഇതിന്റെ വീതി കണ്ടുവന്ന് അതിനുള്ളതൊന്നുമില്ല. പക്ഷെ പോണ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു എൻ്റെ നാശസ്ഥാനം പലരും പല ഇപ്പോൾ തെരഞ്ഞെടുത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ കൂടിപ്പാറി പോകണുണ്ടോ? ബാക്കിൽ ആൾക്കാർ പിടിച്ചിട്ടിറങ്ങി. ഇതാണ് ബൈക്കിൽ ലക്ഷം. നമുക്ക് സ്വസ്ഥമായിട്ട് ഓടിക്കാൻ പറ്റില്ല, സ്പീഡിൽ ഓടിക്കാനും പറ്റില്ല. വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ബാക്കിലുള്ള ആൾക്കാർ നമ്മളെ ബാക്കിൽ ഹാങ് വെച്ചിട്ടും പ്രഷറായി. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകളാണ് പോകുന്നത്. ഈ പ്രശ്നം അത് സ്പീഡിലില്ല. വണ്ടിയാണ്. പിന്നെ ഈ പാടത്തിന്റെ ഒരു വേറെ പ്രശ്നം എന്താ വെച്ചാൽ ആൾക്കാർ രാത്രിയിൽ വേസ്റ്റ് കൊണ്ടുവരുന്ന ഒരു പരിപാടി അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. ഈ ഇറച്ചി വേസ്റ്റും അതുപോലെ എല്ലാത്തരം വേസ്റ്റുകളും ബാക്കിലായിട്ട് വലിയ നമ്മള് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കോറിപ്പൊടി ഇട്ടാണ് കുഴിയിലൊരത്ത്. അടുത്തതായിട്ടൊന്നും കാണാനില്ല കേട്ടോ. ഓഫ് റോഡ് വേണം ഇങ്ങോട്ട് പോകാൻ. മക്കളെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഓഫ് റോഡ് ചെയ്യാൻ ഇത് കഴിഞ്ഞിട്ടുള്ള വേറെ എവിടെ ചോലക്ക് ഏറ്റവും നല്ല ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് ഏരിയയിൽ നമ്മൾ വേറെ എടുക്കണം. പക്ഷെ എൻ്റെ വണ്ടി ഓഫ് റോഡിങ് സെറ്റപ്പിൽ വണ്ടിയില്ല. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം എവിടെത്താറായി ഈ വണ്ടിയുടെ വേസ്റ്റാണ് കൊണ്ടുപോകുന്ന സംശയമുണ്ട്. സ്മെല്ലുണ്ട്. നമ്പർ 742 5038 കടക്കാരൊക്കെ വെള്ളം വിളിച്ച് പൊടിശല്യ പരിപാടിയില്ല. വണ്ടി തുറക്കുന്ന വണ്ടിയൊന്നും അറിയില്ല. ആ വണ്ടി സംശയമുണ്ട്. ആ മഹീന്ദ്ര എന്തായാലും സുഖകരമായ യാത്രയാണ്. കുട്ടികൾ കണ്ടിരിക്കണ്ടൊരു എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോകാത്തതെന്ന് ഏകദേശം നമുക്കൊരു പിടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മറ്റിലൊക്കെ ഇട്ടിട്ട് പേരൊക്കെ ഇതാക്കിൻ്റെ എന്നാലും യാത്ര സുഖമല്ല. യാത്ര അതിനേക്കാളും ഭീകരമായിരിക്കണം. ഇപ്പോൾ പൊടിയുടെ ശല്യം കൂടിയുണ്ട്. മഴ കുറച്ച് ഒതുങ്ങിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ പൊടിയുടെ ശല്യം കൂടുതലാണ്. ഇത് നമ്മളിപ്പോൾ കേസരി ഭാഗത്തിൻ്റെ അടുത്ത്
ഇതിനു മുമ്പ് ഒരു കാലം നമ്മൾ കവർ ചെയ്യേണ്ടായിരുന്നു. അതിപ്പോൾ അടുത്ത് കണ്ട കാലമാണ്. ആയിട്ടൊരു കാലം പണി കഴിഞ്ഞ് നിൽക്കേണ്ടത് കാരണം കഴിഞ്ഞിട്ടില്ല. ഫിനിഷിങ് കുറച്ച് പണി കൂടി ഉണ്ട്, പക്ഷെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഉൾവാങ്ങിച്ചായിട്ടൊന്നും അറിയില്ല. അതിൻ്റെ കണക്ട് ചെയ്യുന്ന റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കും റോഡ് കണ്ടുണ്ട്, പക്ഷെ റോഡ് ഫിനിഷിങ് ആയിട്ടുണ്ട്. അതാവുമ്പോൾ കുറച്ചും തിരക്ക് കുറവായിരിക്കും. ആംബുലൻസുകളൊക്കെ കാണാൻ ഭയങ്കര ഡേഞ്ചറായിട്ടാണ്. നമ്മൾ ഏകദേശം ചേച്ചേരി എത്താറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിന്ന് കൺസിഡർ തൃശ്ശൂരിന്റെ അവസ്ഥയാണ്. ഇന്നിങ്ങോട്ട് പോകേണ്ടവരും എല്ലാ അവസ്ഥകളും മാസം തന്നെയാണ്. മറ്റേ മുണ്ടൂർ തന്നെ വരാം. ചോദിച്ച സെന്ററിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. അവരെ വീതിയിലെത്താറിന് അങ്ങനെ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഈ റോഡ് മറ്റൊരു വീതി വരെ കൊണ്ടുപോയിരിക്കുകയാണ്. അതാണ് മുഖ്യമന്ത്രി റോഡ് ഉദ്ദേശിക്കുന്നതായിരുന്നു. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഈ ബിൽഡിങ് ഉദ്ദേശിച്ചുള്ള ബിൽഡിങ് എന്തോ നിർമ്മാണത്തിന്റെ ഭാഗത്താണ്. ഇടിഞ്ഞു കഴിഞ്ഞ് വേറെ ബിൽഡിങ്ങാണ്. 1 2 3 4 5 നില ബിൽഡിങ്. അതാണ് ഞാൻ തോന്നില്ല. അപ്പോൾ സ്റ്റേറ്റ് മീ ടേക്ക് കെയർ ബൈ. അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കാനുള്ള കാര്യം എന്താണ്, മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വഴി ഉപേക്ഷിച്ച് പോയെന്നുള്ളതിന്റെ രീതിയാണ് കാണിച്ചത്. അപ്പോൾ ഏകദേശം കോറിപ്പടി കിട്ടിയ സെറ്റാക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല. ഇത് ശരിക്കും പൊളിച്ച് ഇവർ ടാറിങ് ചെയ്യേണ്ടതാണ്. മുണ്ടൂർ വരെ തൃശ്ശൂരിന് ഇടയിൽ വെച്ചിട്ട് മുണ്ടൂർ വരെ ചെയ്തിട്ടുണ്ട്. ഷാബ സിറ്റി കഴിഞ്ഞ ശേഷം തൊട്ടിട്ട്, പക്ഷെ അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെയാണ് ഇപ്പം അവസ്ഥ. മെയിൻ റോഡ് ഇത് വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഏകദേശം 10 വർഷത്തിന് മേലെ ഉണ്ടാവും ഈ റോഡ് ടാർ ചെയ്തിട്ട്. എല്ലാ പ്രാവശ്യം ടാർ ചെയ്തല്ലോ, എല്ലാ പ്രാവശ്യം എല്ലാ കൊല്ലം മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് തെളിഞ്ഞു കൊടുക്കാനായിട്ട് വാർത്തകളൊക്കെ കാണാനാണ്. യൂട്യൂബ് സെർച്ച് ചെയ്ത് കാണാനാണ്. ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസും എല്ലാവരും റിപ്പോർട്ട് ചെയ്തുള്ളത് തന്നെയാണ്. ഒരു ആംബുലൻസ് ഉണ്ട്. ആംബുലൻസ് അല്ലേ, അതാണ് ബസ് ബസ്സുകളൊക്കെ ഏത് തരത്തിലാണ് കോഴിക്കോട് പോകുന്നത്. അത് വേറെ പ്രത്യേകത. അപ്പൊ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതോടെ ബൈ.